പിയേഴ്സൺ മാഷെ, ഇപ്പം തന്ത്രിക്ക് പണിയാകുന്നു, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇനി ഈ തന്ത്രി ഇവിടെ വേണ്ട. മനസ്സിലാവും? തന്ത്രി എന്നുള്ള പദത്തിന്, അല്ലെങ്കിൽ ആ പദവി അലങ്കരിക്കാൻ പ്രാപ്തമായിട്ടുള്ള ആളാണോ അകത്ത് കിടക്കുന്ന തന്ത്രി? അടുത്ത ഈ നമ്മുടെ മണ്ഡലകാലത്തിലേക്ക് അത് ആലോചിക്കേണ്ടി വരും. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആലോചിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്താ പറയുന്നത്? അല്ല, ഈ ജയകുമാർ ശബരിമലയുടെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുമ്പോഴേ പൊതുവെ കേരളത്തിനൊരു സ്വീകാര്യമായൊരു വ്യക്തി വന്നു എന്നൊരു ഫീലുണ്ടായി. CPM നടത്തിയ ഇടപെടലുകളിൽ ഭേദപ്പെട്ട ഒരു ഇടപെടലായിരുന്നു ഈ ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന് പകരം വേറെ ഏതെങ്കിലും CPM നേതാവിനെ കൊണ്ടുവരുന്നെങ്കിൽ CPM പെട്ടുപോയേനെ. അപ്പോൾ അതിന് പകരം എന്താണെന്ന് വെച്ചാൽ AS ഓഫീസർ എന്ന നിലക്ക് മാത്രമല്ല, പൊതുവെ സ്വീകാര്യമായിട്ടുള്ള നിലപാടെടുക്കുന്നൊരു വ്യക്തി എന്ന കാഴ്ചപ്പാട് ജയകുമാറിനുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ഇരട്ട ശമ്പളം വാങ്ങിക്കുന്നുള്ള ചില പരാതികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളത് ശരിയാണ്. പക്ഷേ പൊതുവിൽ ഒരു സ്വീകാര്യത ജയകുമാറിനുണ്ട്. നേരത്തെ അദ്ദേഹം ഈ ശബരിമലയുടെ ചുമതലകളൊക്കെ വഹിച്ചിരുന്ന ഒരാളാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരു ഭക്തനായിട്ടുള്ള, അയ്യപ്പ ഭക്തനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ശബരിമലയിൽ പ്രവർത്തിക്കേണ്ടത്, അതിനൊരു മാതൃകയായി മാറണം എന്ന ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം അദ്ദേഹമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വലിയ അഴിമതിക്ക് വിധേയനായിരിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ആരോപണം മാത്രമാണ് എന്നുള്ളത് ശരിയാണെങ്കിലും ഏതാണ്ട് ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളൊക്കെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം കണക്കിൽ പെടാത്തതും ഒരു കാരണവശാലും സമ്പാദിക്കാൻ കഴിയാത്ത അത്രമാത്രം സമ്പത്ത് സമ്പാദിച്ച ഒരാളാണ് ശബരിമല തന്ത്രി എന്ന് വാർത്ത വന്നിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം ഏതാണ്ട് 2.5 കോടി രൂപ അവിടെ ഏതോ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിക്ഷേപിക്കുകയും പിന്നീട് ആ തുക ആൻ്റോ ആൻ്റണി MP-യുടെ അക്കൗണ്ടിലേക്ക് പോയി എന്നൊക്കെ പറയുന്ന വാർത്ത അതും ആരോപണമാണ്. ശരി, കൃത്യമായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതിനൊരു പരാതി പോലും ഇദ്ദേഹം കൊടുത്തില്ല എന്നാണ്. അപ്പോൾ തൻ്റെ കയ്യിൽ ഉള്ള പണം അങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ അത് പരാതിപ്പെടാതിരിക്കണം എങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം വളരെ നിർമ്മമനായ ഒരു തന്ത്രിയായിരിക്കണം. കാരണം പണം വേണ്ട, പണത്തിന് പ്രസക്തിയില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഈ പ്രശ്നമില്ല. പക്ഷേ നമുക്കറിയാം, ഇവരെല്ലാം വലിയ ആർത്തിപ്പണ്ടാരങ്ങളാണ് എന്നാണ് പൊതുവെ മനസ്സിലാക്കപ്പെട്ടത്. അപ്പം അങ്ങനെയുള്ള ആ ആർത്തിയുടെ ഫലമായിട്ട് ഒരുപാട് പണം പറ്റിയ ആളാണ് ഇദ്ദേഹം എന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു ഘട്ടത്തിൽ BJP അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് വന്നിരുന്നെങ്കിലും പിന്നീട് ഇയാളെ സഹായിച്ചാൽ തങ്ങൾക്ക് പൊള്ളലേൽക്കും, തങ്ങൾക്ക് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം പോലും നടത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവരിട്ടിട്ട് ഓടിക്കളയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയ അന്വേഷണത്തിൻ്റെ ഒരു ജാലകം പുതുതായിട്ട് തുറന്നിരിക്കുന്നത്. അത് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനായിട്ട് SIT വിളിപ്പിച്ചിരിക്കുന്നതാണ്. അതായത് ഇതുവരെ നമ്മൾ കണ്ടത് CPM നേതാക്കളുടെ ഘോഷയാത്രയാണ് എങ്കിൽ ഇന്നു മുതൽ നമ്മൾ കോൺഗ്രസ് നേതാക്കളുടെ ഘോഷയാത്രകളിലേക്ക് പോകണം. കാരണം 2004 കൊച്ചി അവിടെ കയറ്റിയത് നേരത്തെ പറഞ്ഞ പോലെ KC വേണുഗോപാൽ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന സമയത്താണ് എന്നുള്ള കാര്യം അറിയാവുന്നതാണ്. അപ്പം അന്നൊക്കെ ആ കാലത്തൊക്കെ ഭരണ സംവിധാനങ്ങളുടെ എല്ലാ മേഖലകളിലും കോൺഗ്രസ്സുകാരായി. അതുപോലെ അന്വേഷണങ്ങൾ ആരംഭിക്കുന്നതോടുകൂടിയാണ് അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോറ്റിയെ കൊണ്ടുവന്നത്, പോറ്റിയുടെ വീട്ടിൽ പോയത്, പല കാലങ്ങളിലുള്ള ഇടപാടുകൾ അതെന്താണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് SIT ഇപ്പോൾ അടൂർ പ്രകാശിനെ വിളിപ്പിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികം മാത്രം. പക്ഷെ അപ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. അങ്ങനെ രാഷ്ട്രീയ പ്രേരിതമാണ് ഇത് എന്ന് പറഞ്ഞാൽ നേരത്തെ നടന്ന എല്ലാ അന്വേഷണവും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയേണ്ടി വരില്ല. കാരണം രാഷ്ട്രീയക്കാരല്ലേ അകത്ത് കിടക്കുന്നത്. അപ്പോൾ ഇവന്മാർ കട്ടുമുടിച്ച് കഴിഞ്ഞിട്ട് അതിനെതിരെ അന്വേഷണങ്ങൾ വരുന്ന സമയത്ത് CPM-ൻ്റെ ആയിക്കഴിഞ്ഞാലും കോൺഗ്രസിൻ്റെ ആയിക്കഴിഞ്ഞാലും ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാൻ? ഇത് അഴിമതിയാണ്. അതിൽ രാഷ്ട്രീയ പ്രേരിതം ആരോപിക്കേണ്ട കാര്യമില്ല. ഇയാൾ അഴിമതിക്കാരനാണോ ഇല്ലേ എന്ന് പരിശോധിക്കൽ മാത്രമാണ് SIT-യുടെ ജോലി എന്ന് പറയുന്നത്. മുൻപുള്ളവരുടെയും കാര്യം അതേപോലെ തന്നെയാണ്. അപ്പോൾ അവരെ പിടിച്ച് അകത്തിട്ട സമയത്ത് കോൺഗ്രസ് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത്? അപ്പോൾ CPM-കാർ പറയുന്നത് എന്താണ്? അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണല്ലോ, കുറ്റവാളിയായിട്ട് ഇപ്പോൾ പുറത്താക്കാമെന്ന് പറഞ്ഞു. ഇത്തരം യുക്തികളുമായിട്ടാണ് എല്ലാ ആളുകളും നടക്കുന്നത്.
അപ്പോൾ നമ്മൾ മറ്റവരുടെ യുക്തി കേട്ട സമയത്ത് എന്തൊരു വൃത്തികെട്ട യുക്തി എന്ന് നമ്മൾ CPM-കാരോട് ചോദിച്ചിട്ടുണ്ടായി. ഇപ്പോൾ കോൺഗ്രസ് ആ സൈസുള്ള യുക്തികളുമായിട്ട് പുതുതായിട്ട് വരികയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയക്കാരൻ്റെ യുക്തി കോൺഗ്രസ് ആയാലും അതുപോലെ തന്നെ CPM ആയാലും BJP-കാരനായാലും ഒക്കെ ഒന്നിനായി മാറുകയാണ്. അതെ അതെ, കൊള്ളയ്ക്ക് ഇവരെല്ലാം ഒരേ കൊള്ള വരുമ്പോൾ ഇവരുടെ എല്ലാം മുഖം ഒരുപോലെ ഇരിക്കും. അപ്പൊ ഇതിനകത്ത് സാറ് പറഞ്ഞു വന്നതുപോലെ ഈ തന്ത്രി എന്ന് പറയുന്ന ആൾ ഒരിക്കലും അതിന് അർഹനല്ല എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ ഈ താന്ത്രികവും ഒരു ഹിന്ദുത്വവും അമ്പലത്തിന്റെ ശാസ്ത്രവും ഒക്കെ ഈ പറയുന്ന നമ്മൾ വിശ്വസിക്കുന്ന ദൈവതുല്യനാണെന്ന് വിചാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ അറിയാവുന്ന ആളാണ് ജയകുമാർ എന്നാണ് ഞാൻ അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കുമ്പോൾ. അല്ല, അറിവാണല്ലോ. ബ്രഹ്മജ്ഞാനിയെ ബ്രാഹ്മണ എന്നല്ല, കർമ്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണൻ. അല്ല, ബ്രഹ്മജ്ഞാനിയായ ഒരാളാണ് ബ്രാഹ്മണൻ. അതെ, അദ്ദേഹത്തിന് ഈ കൊള്ള നടത്താൻ പറ്റുമോ? പറ്റത്തില്ല. ബ്രഹ്മജ്ഞാനിക്ക് കൊള്ളയെന്നല്ല, ഈ പറയുന്ന ഒരു ജീവിതവും നയിക്കാൻ പറ്റത്തില്ല. അയാൾക്കതിന്റെ കാര്യമില്ല. അപ്പം ആ അർത്ഥത്തിലാണ് ബ്രാഹ്മണൻ എന്ന് വിചാരിക്കേണ്ടി വരും. ആ അർത്ഥത്തിൽ തന്നെയാണ് ബ്രാഹ്മണൻ. അത് നമ്മുടെ വേദങ്ങൾ പരിശോധിക്കും മനസ്സിലാവും. അപ്പൊ ഇതിന് അയാൾ അർഹനല്ല എന്നുള്ള ജയകുമാർ കണ്ടെത്തി. അതായത് തീരുമാനിച്ചിരിക്കുന്നു. കാരണം ഇനിയും ശബരിമല സേവിക്കാൻ ഈ തന്ത്രി വേണ്ട. ഇയാൾ ബ്രാഹ്മണനല്ല, ഇയാൾ ചണ്ടാളനാണ്. ഇയാളുടെ പ്രവൃത്തി കൊണ്ട് മോഷ്ടാവാണ്, കള്ളനാണ്, കൊള്ളക്കാരനാണ്. കാരണം ഇവിടെ 98 തൊട്ട് അന്വേഷിക്കാൻ കോടതി പറയുമ്പോൾ ആ കാലം തൊട്ട് ഇദ്ദേഹം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അച്ഛനാണ് അവിടുത്തെ തന്ത്രി. കാരണം ഒരു മുതൽ സാർ മുമ്പേ പറഞ്ഞ ഒരു തരി ഒരു മണിയരി പോലും ഭക്തനാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഈ ഭക്തി ഒരുപക്ഷെ നമ്മൾ സാധാരണക്കാരൻ്റെ ഭക്തി എത്രത്തോളം വലിപ്പത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ഈ കൊള്ള അവിടെ കൊണ്ടിട്ടാൽ ഇവന്മാർ കൊള്ളയടിക്കുന്നുണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ അവിടെ ചെയ്യുന്നതാണ് അവൻ്റെ ഒരു വിശ്വാസമാണ്. അവൻ ഉണ്ടാക്കുന്നതിനകത്തുനിന്ന് ഒരു 10 രൂപ കാശ് എടുത്ത് ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇട്ടിട്ട് പോവുക. മനസ്സിലാകുന്നത് ഞങ്ങൾ ഭഗവാനെ മാത്രമേ വിശ്വാസമുള്ളൂ, ഇതിൻ്റെ അകത്തെല്ലാം കൊടുത്തേക്കും എന്നുള്ള രീതി വരുമ്പോൾ ഇതിനകത്ത് നിന്നിട്ട് ഇത്രയും കാലം കൊണ്ട് ഈ വരുമാനം മാത്രം ഒരുപക്ഷെ മതിയാകും കോടികൾ ഉണ്ടാക്കാൻ. എന്നിട്ട് പോലും ആ അമ്പലം കൊള്ളയടിക്കാനും അമ്പലത്തിൻ്റെ ഭാഗം മറിച്ച് വിൽക്കാനും കൂട്ടുനിന്നോ. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയക്കാരെ കാട്ടിൽ കൊള്ളക്കാരെ ആൻറ്റിക് ബിസിനസ് നടത്താൻ ആ ബിസിനസ്സായിട്ടാ പോക്കറ്റടിക്കാൻ ആ ബിസിനസ്. അവനെ നമുക്ക് പോക്കറ്റടിക്കാരെന്ന് വിളിക്കാം, അവൻ കുറ്റമല്ല. പക്ഷേ പോക്കറ്റടിക്കാരൻ്റെ ഇപ്പുറത്ത് നിന്നിട്ട് പൂജാരിയാന്ന് പറയുന്നവൻ ആ പണി ചെയ്താൽ നമ്മൾ എങ്ങനെ വിളിക്കണം? അപ്പം ആൻറ്റിക് ബിസിനസ് നടത്തുന്നവൻ എവിടെ നേരം മഞ്ഞളോഗ്രം അടിക്കുവാൻ നോക്കി നിൽക്കുക. രാഷ്ട്രീയക്കാരൻ കൊള്ള നടത്താൻ നിൽക്കുന്ന രാഷ്ട്രീയക്കാരൻ ആ പണിക്ക് നോക്കി നിൽക്കുക. അവനെ നമുക്ക് ആ ഗണത്തിൽ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ പോലും ഈ തന്ത്രി ഇതിന് കൂട്ടിരിക്കുന്ന എത്രത്തോളം ആർക്ക് അംഗീകരിക്കാൻ പറ്റും? കാരണം ഇത് ഏൽപ്പിച്ചിരിക്കുന്ന ആൾ, ഇത് മൊത്തവും സുരക്ഷിതമായിട്ട് അവിടെ കൈകാര്യം ചെയ്ത് വെക്കേണ്ട ആൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുതൽ പോയാൽ അതെ അയ്യപ്പന്റെ തന്തയെ പോലെ പ്രവർത്തിക്കും. എന്തെങ്കിലും ഒരു മുതൽ ഒരു ശകലം വന്നാൽ വിളിച്ച് ലോകത്തോട് പറയേണ്ട ആൾ, അയ്യപ്പന്റെ മുതൽ കൊണ്ടുപോകുന്നു, എനിക്ക് അനുവദിക്കാൻ പറ്റത്തില്ലെന്ന് പറയേണ്ട ആൾ ചൂണ്ടി കാണിച്ച് ഇന്നതെല്ലാം എടുത്തോണ്ട് പോകും. എടുക്കാൻ നിൽക്കുന്നവന് പോലും പേടിയുണ്ട്. ഇതെടുത്താൽ അയ്യപ്പ പോകണ്ട, ഇല്ലടാ കൊണ്ടുപോകൂ, ഇതൊരു കുഴപ്പമില്ല, എനിക്കറിയാം, ഇന്നലത്തെ നിനക്കറിയത്തില്ല എന്ന രീതിയിൽ പറയുന്ന ഒരു തന്ത്രിയല്ലേ നമുക്ക് കാണേണ്ടി വരും. അപ്പം അതിനകത്ത് ജയകുമാർ എടുക്കുന്ന നിലപാട് ശരിയാണ്. ഇനി ഈ തന്ത്രി വേണ്ട, ഇത്തരത്തിലുള്ള തന്ത്രിമാരും വേണ്ട. തന്ത്രിമാരുടെ പാരമ്പര്യമായിട്ട് താന്ത്രികം എന്നുള്ള രീതിയും എനിക്കൊരു പക്ഷേ അതിവരുണ്ടാക്കി വെച്ചതാണ്. വരുമാനം വേറത്തിന് പോകാതിരിക്കുന്നതിന് വേണ്ടി ചെയ്താണ്. തിരിച്ച് ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല. ഭയന്ന് ഭക്തിയുടെ അന്ധവിശ്വാസത്തിന്റെ മറവിൽ അത് മുതലാക്കിയിട്ടുള്ളതാണ്. അപ്പം അത് ഒരുപക്ഷെ യഥാർത്ഥ വിശ്വാസത്തെയും കാര്യങ്ങളെ പറ്റി അറിയാവുന്നതാണ് ജയകുമാർ. അതുകൊണ്ട് അവർ ഈ തന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമാക്കിയ ജയകുമാർ എന്ന് പറയും. കാരണം ജയകുമാറെ കൊണ്ടുവന്നതിനകത്ത് PS മാഷ് പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പ്രതിസന്ധിയിലായി, കൊള്ളക്കാരനായി, കൊള്ള ചെയ്തു, അയ്യപ്പനെ കൊള്ള ചെയ്തു എന്ന പേര് ഒരു പക്ഷേ CPM പുറത്തേക്ക് വന്നപ്പോൾ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വന്നു, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞൊരു ചിലരെ ഈ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തിൽ ഏൽപ്പിച്ചു. ആ ഉത്തരവാദിത്തത്തിൽ ഏൽപ്പിച്ചവന്മാർ കള്ളന്മാരായിപ്പോയി. ആ കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞുകൊണ്ട് വ്യാജേന ഈ കൊള്ളയടിക്കാൻ വേണ്ടി നിന്നു. അവനൊന്നും കമ്മ്യൂണിസ്റ്റ് അല്ല, അവനെല്ലാം നമ്മൾ വെളിയിൽ കളയും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആ ഒരു കാര്യം നിലനിർത്തണമെങ്കിൽ ജയകുമാറിനെ പോലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവണ്ടേ? കാരണം ജയകുമാറിനെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ജയകുമാർ ഒരു ഭക്തനാണ്, IAS-കാരനാണ്, കാര്യഗൗരവമുള്ളവരാണ്, നേരത്തെ അവിടെ ഉദ്യോഗസ്ഥനായിട്ട് ഇരുന്നിട്ടുള്ളപ്പോൾ തെളിയിച്ചിട്ടുള്ള ആളാണ്, മോഷ്ടിക്കാത്ത ആളാണ്, ഏൽപ്പിച്ചാൽ കൃത്യതയോടുകൂടി പോകും. അതിനുകൊണ്ട് ജയകുമാറെ ഏൽപ്പിച്ച്, അതുകൊണ്ട് ജയകുമാറിനെ ഏൽപ്പിച്ച ശേഷം ആക്ഷേപം വന്നില്ലല്ലോ. കാരണം ഇതിനകത്ത് പറ്റിയത് അബദ്ധം, അത് വാസുവിൻ്റെ കെയർ ഓഫിൽ പറ്റിയ CPM-ന്, അല്ലെങ്കിൽ പപ്പൻ്റെ കെയർ ഓഫിൽ പറ്റി, ഇനി അബദ്ധം പറ്റണ്ട എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനം, നാളെ കാലത്ത് അദ്ദേഹം എടുക്കുന്ന തീരുമാനം, അതിനകത്ത് ആരും ഇടപെടുന്ന ഒരവസ്ഥയില്ല. ആ തീരുമാനത്തിനകത്ത് ഒരുപക്ഷെ ഭക്തർക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും വിശ്വാസമുള്ളതാണ്. ആ തീരുമാനം ശരിയുമാണെന്നാണ് എൻ്റെ അഭിപ്രായം. തന്ത്രിയുടെ കാര്യത്തിൽ എനിക്ക് അതിനകത്ത് പൂർണ്ണ യോജിപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.